നമസ്കാരം. നിഫ്റ്റി ഇന്ന് 336 പോയിന്റ് ഇടിഞ്ഞ് 25,471 ക്ലോസ് ചെയ്തത്. 25,500 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരല്പം ക്ഷീണമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് 25,571 ഓപ്പൺ ചെയ്തിട്ട് 25,630 വരെ പോവുകയും അവിടെ നിന്ന് താഴേക്ക് 25,444 വരെ പോയി തിരിച്ച് 25,471 ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായും ആഗോള മാർക്കറ്റ് എല്ലാം വീക്ക്നെസ് കാണിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തുടക്കം മുതൽ മാർക്കറ്റ് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഓൾറെഡി പുട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇടയിൽ കയറിയവർക്ക് കയറിയ സമയം കൃത്യമല്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് ഓൾറെഡി ഹോൾഡ് ചെയ്തവർക്ക് നല്ല ദിവസമായിരുന്നു. പക്ഷേ മനസ്സിലാക്കുക, ഹോൾഡിംഗ് എന്ന് പറയുന്നത് സോ റിസ്കി. കാരണം നമ്മൾ ഹോൾഡ് ചെയ്ത അന്ന് രാത്രി, പിറ്റേ ദിവസം പകൽ ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് റിസ്കിയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 3,248 ഷെയറുകൾ ട്രേഡ് ചെയ്തതിൽ 762 മാത്രമാണ് നേട്ടത്തിൽ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത്. 2,387 ഷെയറുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിപ്പിച്ചത്. മാർക്കറ്റ് ഇത്രയധികം 336 പോയിന്റ് നിഫ്റ്റി താഴേക്ക് വീണെങ്കിലും ഇന്നും 52 വീക്കിലെ ഒരു വർഷത്തെ ഹൈ ആയിട്ടുള്ള 44 ഷെയറുകൾ ഇന്നുണ്ട്. ഒപ്പം തന്നെ 131 ഷെയറുകൾ 52 ആഴ്ചയിലെ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് അതുകൂടി ശ്രദ്ധിക്കണം. ഇന്ന് അപ്പർ സർക്യൂട്ട് അടിച്ച 66 ഷെയറുകളുണ്ട്, ലോവർ സർക്യൂട്ട് അടിച്ച 70 ഷെയറുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര പോയിന്റ് താഴേക്ക് ഇടിഞ്ഞപ്പോഴും 336 പോയിന്റ് താഴേക്ക് വരിക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും അന്നും 66 ഷെയറുകൾ അപ്പർ സർക്യൂട്ട് അടിച്ചു എന്നുള്ളത്, അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന, പുറമേ കാണുന്നതിനപ്പുറത്തേക്ക് ഉള്ളിൽ പലതും സംഭവിക്കുന്നുണ്ടാകും. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ 66 ഷെയറുകൾ ഇന്ന് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇത്രമാത്രം താഴേക്ക് പോകുന്ന ദിവസമായിട്ട് കൂടി. ഇനി ഇന്നത്തെ ഗെയിനേഴ്സ് ലിസ്റ്റിൽ പ്രധാനമായിട്ടുള്ളത് ബജാജ് ഫിനാൻസ് ഏകദേശം 3% നേട്ടം കൈവരിച്ചു. ഐഷർ മോട്ടോഴ്സ് 1.5%, SBI ലൈഫ്, SBI, സിപ്ല ഇവയൊക്കെ തന്നെ ഇന്ന് നേട്ടത്തിലാണ് അവസാനിച്ചത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഹിൻഡാൽക്കോയാണ് കനത്ത പ്രഹരമേൽപ്പിച്ചത്. 6% നഷ്ടത്തിലാണ് ഹിൻഡാൽക്കോ അവസാനിപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എക്സ്റ്റേണൽ, അദാനി എന്റർപ്രൈസസ്, ONGC ഇവയെല്ലാം നഷ്ടത്തിൽ കലാശിച്ചു. സ്വാഭാവികമായിട്ടും IT സെക്ടറുകളെല്ലാം വളരെ ശക്തമായിട്ട് താഴേക്ക് പതിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ആഗോളതലത്തിൽ തന്നെ IT-യുമായി ബന്ധപ്പെട്ട് വലിയ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിച്ചു എന്ന് വേണം കരുതാനായിട്ട്. നിഫ്റ്റി 50 ഞാൻ ഓൾറെഡി പറഞ്ഞു, 336 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 1,089 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 1.56% നഷ്ടം. മിഡ് ക്യാപ്പിലാവട്ടെ, മിഡ് ക്യാപ് സെലക്റ്റിൽ 265 പോയിന്റ് നഷ്ടത്തിൽ, അതായത് 1.91% നഷ്ടത്തിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിപ്പിച്ചത്. ഇനി ഓപ്ഷൻ ബയേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് നടന്ന നിഫ്റ്റിയിലെ 17th അവസാനിക്കുന്ന എക്സ്പയറിയുടെ ചില സ്ട്രൈക്കുകളാണ് 25,000 പുട്ട്, 25,500 പുട്ട്, 25,300 പുട്ട്, 25,400 പുട്ട്, 27,500 കോള്. ഇവയൊക്കെ തന്നെ വളരെ പ്രകടമായ രൂപത്തിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ചേഞ്ച് വന്നിട്ടുള്ള, പെർസെന്റേജ് വൈസ് ചേഞ്ച് വന്നിട്ടുള്ള സ്ട്രൈക്കുകളാണ്. എല്ലാം ഈ വരുന്ന ചൊവ്വാഴ്ച അവസാനിക്കുന്നവയാണ്, എക്സ്പയർ ആവുന്നവയാണ്. ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ശക്തമായ ഒരു ബെയറിഷ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. നാളെ മീൻസ് തിങ്കളാഴ്ച എങ്ങനെയാണ് മാർക്കറ്റിൽ ട്രേഡ് നടക്കുക? ഡയറക്ഷൻ ഗസ് ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല. ഏത് ഡയറക്ഷനിൽ വന്നാലും ആ ഡയറക്ഷനിൽ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇന്നത്തെ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതുകൊണ്ട്, പ്രത്യേകിച്ച്
25,500 താഴെ ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെല്ലേഴ്സ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാം എത്രയൊക്കെ സെല്ലേഴ്സ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാലും തൊട്ടടുത്ത ദിവസം നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില സിനാരിയോ ഉണ്ട്. ഒന്നുകിൽ ന്യൂട്രൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകും. നോർമലി ഈ 3 മെത്തേഡാണ് ഉണ്ടാവുക. ഈ 3 മെത്തേഡിൽ എങ്ങനെ വന്നാലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ബയർക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിലാണെങ്കിൽ, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി എൻട്രി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ലെവലുകളിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടുകളിൽ ബ്രേക്ക് സംഭവിക്കുകയാണെങ്കിൽ, അതും എങ്ങനെ വോളിയത്തിന്റെ സപ്പോർട്ടോടുകൂടി സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ പുട്ട് ഓപ്ഷനിലേക്ക് കടക്കാൻ പാടുള്ളൂ. ബ്ലൈൻഡ് ആയിട്ട് പ്രീമിയത്തിന്റെ പിറകെ ചേസ് ചെയ്യുന്നത് വളരെ വളരെ അപകടകരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, ഒന്നുകിൽ ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആകുന്ന ഒരു അവസ്ഥ. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഷോർട്ട് കവറിംഗ് ബൗൺസ് ആകാം. ഇമ്മീഡിയറ്റ്ലി കോൾ ബൈ ചെയ്യാനായിട്ട് പാടില്ല. അവിടെ നമ്മളുടെ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിവറ്റുകൾ ഉണ്ടാകാം. അവിടെയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള ബ്രേക്ക് വിത്ത് വോളിയം സപ്പോർട്ടോടുകൂടി സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ, കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവിടെ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ കോൾ സൈഡിലേക്ക്. മിക്കവാറും കേസിൽ ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും തൊട്ടു മുകളിലുള്ള നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് വീണ്ടും പുട്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കണം. സോ വ്യക്തമായ ഒരു കൺഫർമേഷനിൽ മാത്രമേ കോൾ സൈഡ് ആണെങ്കിലും പുട്ട് സൈഡ് ആണെങ്കിലും എൻട്രിയിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ്, റിസ്ക് ആണെന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുക. നമ്മുടെ ഡയറക്ഷൻ അപ്പുറത്തേക്ക്, നമ്മുടെ വ്യൂക്ക് അപ്പുറത്തേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അങ്ങനെ പോകട്ടെ. മാർക്കറ്റിനെ നിയന്ത്രിക്കാനും പിടിച്ചു കെട്ടാനും നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരും, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം എന്ന് മാത്രം മനസ്സിലാക്കുക. എന്തായാലും ഡിസിപ്ലിനും പേഷ്യൻസ് ഒക്കെ കൂടിയാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് മാർക്കറ്റിൽ നിന്ന് തരിക എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെ തിങ്കളാഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലുകൾ, നിഫ്റ്റിയുടെ ലെവലുകൾ ഈ വീഡിയോയോടുകൂടെ ചേർക്കുന്നുണ്ട്. ഈ ലെവലുകൾ സപ്പോർട്ടായോ റെസിസ്റ്റൻസ് ആയോ ആക്ട് ചെയ്യപ്പെട്ടേക്കാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലെവലുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവനവന്റെ റിസ്കിൽ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പഠിക്കുക, മനസ്സിലാക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ സാധ്യതകളുള്ള ഒന്നാണ് ഓഹരി വിപണി. അതേസമയം തന്നെ പഠിക്കാതെ പ്ലാൻ ചെയ്യാതെ ട്രേഡ് ചെയ്താൽ നഷ്ടസാധ്യതയും അത്രയേറെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തുടരുക. ഒപ്പം തന്നെ നാളെ തിങ്കളാഴ്ച പ്രോഫിറ്റബിൾ ആയ ഒരു ട്രേഡിംഗിനെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.